ആദ്യകാലത്തിലൊക്കെ വവ്വാൽ ഈ നെറ്റ് കണ്ടു കഴിഞ്ഞാല് അവരടുക്കലായിരുന്നു. പക്ഷെ ഇപ്പോ ആവശ്യം പഠിച്ചു. വവ്വാല് ഈ നെറ്റിനടുത്ത് ഒരു തുളയുണ്ടെങ്കിൽ അതിലൂടെ അകത്ത് പ്രവേശിച്ചാൽ അവിടെ കൂടുവാണ്. അത് ഈ ഒരു ഫ്രൂട്ട് തീരുന്നോളം അതിൻ്റെ അകത്ത് കൂടുവാണ്. റംബൂട്ടാൻ കൃഷിയിൽ കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളെ കുറിച്ചും കർഷകരായ ഉണ്ണിക്കുഞ്ഞും തഷ്കനും നമ്മൾ സംസാരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോൾ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് അവർ വെട്ടിച്ചിട്ട് അവർ ആദായകരമല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് റംബൂട്ടാൻ കൃഷി. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ റംബൂട്ടാൻ കൃഷി കിടക്കിയാൽ ഇത് കൃഷി നമുക്ക് ഇത് ലാഭകരമായിട്ട് മാറുമോ? അധികം നമുക്ക് നഷ്ടത്തിൽ നമ്മളെ കർഷകർക്കുള്ള ഇപ്പോഴത്തെ ഒരു പ്രധാന സംശയം ഇതാണ്. ഇത് ഓവർ പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷം അത് ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തായിരുന്നു. എന്നു വെച്ചാൽ എടുക്കാൻ ആളില്ലാതെ വന്നു, എടുത്തവർ ഇട്ടേച്ചു പോയി. അങ്ങനെയുള്ള അത് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മഴക്കാലം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ ചൂടുമഴയും മഴ മൂടിയ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ ഫ്രൂട്ട്സ് ആരും കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാടും ആന്ധ്രയുള്ള ആ ബോർഡറിൽ പോലും ഭയങ്കര മഴയായിരുന്നു ആ വർഷം, കഴിഞ്ഞ വർഷം. അപ്പം അതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ കുറച്ച് പാട് വന്നു. അപ്പം അതിനുവേണ്ടി ഇപ്പം ഒത്തിരി സംവിധാനങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പം ഇവിടെ തന്നെയാണെങ്കിൽ ഫ്രൂട്ട് വാലി ഇപ്പോൾ ഉണ്ട് ഒരു സൊസൈറ്റിയിൽ ഒരു കമ്പനിയാണ്. അത് തന്നെ കൊഴുവനാൽ ഇപ്പം ആലക്ക തോമാച്ചൻ്റെ കെയർ ഓഫിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തെല്ലാം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇത് അന്യ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലാണ് ഇത് കൂടുതൽ വിറ്റ് പോകുന്നത് ഇപ്പം. പിന്നെയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടും കർണാടകയും. അതിനപ്പുറയോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോകാൻ സാധനം ഉണ്ട്, പക്ഷെ അത് എത്തിക്കാനുള്ള അതിന് ശേഷിയുള്ള ആൾക്കാരില്ല. അതാണ് ഇപ്പൊ. അപ്പൊ അതിന് കർഷകർ തന്നെ രംഗത്തോട്ട് വരികയും ഇപ്പൊ ഇതുപോലെയുള്ള കമ്പനികൾ തുടങ്ങുകയും ഇതിനെ ഒരു മിനിമം ടെമ്പറേച്ചർ ഒരു 25-26 2 ദിവസം കൊണ്ട് ലൈഫ് കൂടുതൽ കിട്ടും. അങ്ങനെ റീഫർ വണ്ടികൾ കൊണ്ടുവന്നിട്ട് അത് ബോംബെക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചെറുതായിട്ട് ട്രയൽ നോക്കിയായിരുന്നു ഈ കാഞ്ഞിരമറ്റം കമ്പനി. അവർ ഈ വർഷം അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരുമായിട്ട് ടൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് അവർ എടുത്തോളാന്നുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ മാർക്കറ്റിങ്ങിന് നമ്മൾ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കർഷകരെല്ലാം ഒരുമിച്ച് കൂടണം. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതിനും ഭാവിയുണ്ട്. ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിനിപ്പോഴും വഴിയിലിട്ട് വിൽക്കുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത്. റംബൂട്ടാൻ കൃഷി ഇപ്പം ഒരുപാട് പേര് തൈ വാങ്ങിച്ചുകൊണ്ടുവന്നുണ്ട്, പലരും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റുന്ന ഉത്തമമായ സ്ഥലം ഏതൊക്കെ ഏരിയയാണ്? ഉത്തമമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മേഖലയാണ്. നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും എല്ലാവരും കൊണ്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കിട്ടുന്ന പ്രോഡക്റ്റ്, അതിന്റെ ക്വാളിറ്റി ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്കത് അതിന്റെ ഭാവിയെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഈ മീനച്ചി താലൂക്കും കാഞ്ഞിരപ്പള്ളി താലൂക്ക്, തൊടുപുഴ താലൂക്ക്, ഇങ്ങനെ 2-3 താലൂക്കിലാണ് ഇതിന് നമ്മുടെ ഏറ്റവും സാധ്യത പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഈ ഫ്രൂട്ടിന്റെ സൈസും ടേസ്റ്റും എക്സ്പോർട്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന N18 എന്ന് പറയുന്ന ഈ ബ്രാൻഡിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഈ 2-3 താലൂക്കിലുണ്ടാകുന്നതാണ്. മലബാർ മേഖലയിൽ വെക്കുന്നുണ്ട്. അവർക്ക് എന്നാ വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാ വെച്ചാൽ അവർക്ക് എയർലി ഫ്രൂട്ടിങ് ആവും. അപ്പൊ അവർക്ക് കുറച്ച് വില കൂടുതൽ കിട്ടുന്നുണ്ട്. ഇത് തന്നെ ഹൈ റേഞ്ചിലും അതല്ല, അവിടുത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൂട്ടിന്റെ ഒരു ക്വാളിറ്റി ഇല്ല. ഒരു ക്രിസ്പി ആയിട്ട് കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു സ്വഭാവം അതിനില്ല. ആ ഫ്രൂട്ടിന്റെ ക്വാളിറ്റിക്ക് ഇല്ല. അതുപോലെ ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്നുണ്ട്, നമ്മളെക്കാൾ ലേറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അവിടെ കാ പിടിച്ച് കയറി വന്നൊക്കെ ഒരു രീതിയിൽ കുറച്ച് ഭാഗത്ത് 2500 അടി വരെ ഒക്കെ ഏകദേശം ഉണ്ട്. അതിന് മുകളിലോട്ട് ഉണ്ടാകുകയില്ല. നമ്മുടെ ഇവിടെ കായ ഉണ്ടാകുന്ന സമയത്തല്ല അവിടുത്തെ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ അത് എനിക്കൊന്ന് ഫീസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാല് അത് കുറെ ഒരു 2000 അടി താഴെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതിന് മുകളിലോട്ട് വെക്കുന്നത് കൊണ്ട് വലിയ ഇതില്ല. ഏറ്റവും നല്ലത് നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഈ ഒരു മേഖലയാണ്. നമുക്ക് ഇതിപ്പോ ഇത്രയും വർഷമാണ് ഇതിങ്ങനെ ഒരുപാട് ഇത് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് സംരക്ഷിക്കാൻ പറ്റുമോ? ഇതിനെ കുറിച്ച് എന്താ ഒരുപാട് വളർന്നു പോകുന്നതിനെ കുറിച്ച് പ്രശ്നമാണ്. എന്താ വെച്ചാൽ ഇത് നമ്മൾ അങ്ങനെ ആദ്യം വെച്ചപ്പോഴത്തേനും അങ്ങനെയുള്ള പ്രൂണിങ്ങും പരിപാടിയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ മരങ്ങൾ അങ്ങ് പോയത്. ഇത് 20-30 അടി പൊക്കമുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരുണ്ട്, അവർ വന്ന് നെറ്റിടും. ഇത് തന്നെ ഒരു മരത്തെ തന്നെ 200-300 കിലോ കിട്ടും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് നെറ്റിടുന്നതിന് വേണ്ടി അവര് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് അത് കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെയും കുഴപ്പമില്ല. പക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ ലേബർ കുറയ്ക്കണം ഇതിൻ്റെ അകത്ത്. അങ്ങനെ വരുമ്പോഴത്തേന് ഇതിന് സൈസ് കുറച്ച് പ്രൂൺ ചെയ്ത് ഒരു 15 അടി പൊക്കത്തിൽ കൂടാതെ ഒക്കെ നിർത്തിയാലേ ഇനി മുന്നോട്ട് കൃഷിയായിട്ട് ഇത് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ.
നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കീടങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ? കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ്, ഒരു ഈ കൃഷിയാണ്. ഇല തിന്നുന്ന പുഴുക്ക് അത് തണ്ടുകർപ്പം പുഴുവെക്കണമെന്ന് പറയുന്നു. ഉണ്ട് അത് ഈ ചെറിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ പുതുതായിട്ട് കാണുന്ന ഫ്ലവർ ആയി കഴിയുമ്പോൾ തന്നെ ഫ്ലവറെ തിന്നുന്ന ഒരു പുഴു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്ലവർ ഇങ്ങനെ കാണാൻ പൊഴിഞ്ഞു പോകുന്നത്. അല്ല അത് കുഴപ്പമില്ല, അത് തിന്നങ്ങ് തീർക്കുവാണ്. അതിന് എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് ഒക്കെ ഇപ്പൊ എല്ലാരും ഇത് ചെയ്യുന്നുണ്ട്. ഈ ഇലയുടെയും തണ്ടിന്റെയും ഒക്കെ ഇല തിന്നുന്നതിനും തണ്ടുകർപ്പിനൊക്കെ ഇല ഇതെല്ലാം ചെറിയ രീതിയിൽ ഡോസ് കൊടുത്താൽ അത് തീർന്നുള്ളൂ. അത് വലിയ പ്രശ്നമൊന്നുമില്ല, അതിനെ കണ്ടുള്ള തന്നെ വലിയ പാടില്ല. സാധാരണ എന്താ ഇനി ചെയ്യുന്ന കർഷകർക്ക് നമ്മളിപ്പോ സാധാരണ ഇവര് കൃഷിഭവനിലോ അവര് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ കെമിക്കലാണ് പറയുന്നത്. അതിനിപ്പം ഒത്തിരി നൂതനമായ ഒത്തിരി ഈ തേനീച്ച പോകാത്ത രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വില കൂടിയ മരുന്നാണ്. പക്ഷെ വില കൂടിയത് കൊണ്ട് ക്വാളിറ്റി കൂടുതലായതുകൊണ്ടാണ് വില. അതിന്റെ തന്നെ വെച്ചാല് അത് ഡയറക്റ്റ് ആയിട്ട് വലിക്കും, അതിന്റെ നെർവസ് സിസ്റ്റത്തിൽ വന്ന് എഫക്ട് ചെയ്ത് വരുന്ന ഒത്തിരി ഈ ചെറുതീനൊന്നും ബാധിക്കില്ല. ഇല്ല, ഈച്ചയൊന്നും ബാധിക്കാത്ത ഒത്തിരി ടെക്നോളജി ആയിട്ട് ഡെവലപ്പ് ചെയ്ത സിജന്റ പോലെയുള്ള കമ്പനികളുടെ ഒത്തിരി നല്ല മരുന്നുണ്ട്. അത് പല ബ്രാൻഡുകളുണ്ട്. അതാണ് ഇപ്പം ചെയ്യുന്നത്. അത് പക്ഷെ അത് മനുഷ്യന് ദോഷം ചെയ്യുന്നില്ല, ബ്ലൂ ലേബലാണ്. അത് നമ്മൾ വലിയ സംശയത്തോടെ ഈ 10,000 രൂപയുടെ ലിറ്ററിന് വരെയുള്ള സാധനം ചെറിയ ഡോസ് മതി. അപ്പൊ നമുക്ക് ചെറിയ മേടിക്കാൻ കിട്ടുമോ? ചെറുതായിട്ട് നമുക്ക് അത് ചെറിയ ഗ്രാം ഒക്കെ കിട്ടും, 10 ഗ്രാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് പലതുണ്ട്, പറയുവാണെങ്കിൽ ഞാൻ അതിന്റെ ലിസ്റ്റ് അയച്ചു തരാം. റംബുട്ടാൻ കൃഷിക്ക് ഇപ്പം പ്രധാനപ്പെട്ട ശല്യം വാവല് അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പൊ ഇത് വലയിട്ട് ഇത് എങ്ങനെ സംരക്ഷിക്കാം? ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, അതേ വേറെ എല്ലാവരും ആശ്രയിക്കണോ? ഇതിനെക്കുറിച്ച് കൃത്യമായ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഇതിന്റെ ആദായം എടുക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണെന്ന് പറയാമോ? അത് ഇപ്പൊ ഈ വലിയ മരമായതുകൊണ്ട് ഇത് ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ പാർട്ടികളുണ്ട് ഇത് നെറ്റ് ഇടുന്നവര്, അവരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അത് മിക്കപ്പോഴും നമ്മൾ കൊടുക്കുന്ന കോൺട്രാക്ടർ അവര് ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വവ്വാലാണ് ഇതിന്റെ മെയിൻ ശത്രു. അണ്ണാനുണ്ടെങ്കിൽ അണ്ണാനുണ്ട്, ഒരു മിനിമം ഇത് പോവുള്ളൂ. പിന്നെ എലി അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രശ്നമില്ല. ഈ വവ്വാലിന് ആദ്യ കാലത്തിലൊക്കെ വവ്വാൽ ഈ നെറ്റ് കണ്ടു കഴിഞ്ഞാല് അവരടുക്കലായിരുന്നു. പക്ഷെ ഇപ്പോ ആവശ്യം പഠിച്ചു. വവ്വാല് ഈ നെറ്റിനടുത്ത് ഒരു തുളയുണ്ടെങ്കിൽ അതിലൂടെ അകത്ത് പ്രവേശിച്ചാൽ അവിടെ കൂടുവാണ്. അത് ഈ ഒരു ഫ്രൂട്ട് തീരുന്നോളം അതിൻ്റെ അകത്ത് കൂടുവാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ മുകളിലത്തെ തോട്ടത്തിലൊക്കെ ദിവസം 10-100 വവ്വാലാണ് കുടിക്കിടക്കുന്നത്. ഇതിനെല്ലാം ഓടിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങ്. അതിന്റെ അകത്തുനിന്ന് പിന്നെ ഇങ്ങനെ വലിയ നീളത്തിന് ഇട്ട് പോകുന്നതേ. അപ്പൊ അതിന്റെ അകത്ത് ഇവന്മാർ ഇവിടുന്ന് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അത് വലിയൊരു ശ്രമകരമായ ജോലിയാണ്. അപ്പം വവ്വാലും അതുപോലെ അവരും പഠിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ വലിയൊരു പ്രതിസന്ധി. ഇപ്പം പറഞ്ഞല്ലോ ഈ വാവലിനകത്ത് ഈ വലയ ഉള്ളിൽ കയറി കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ വരുന്ന കോൺട്രാക്ടറോട് പറയുന്നുണ്ട് പുതിയ വല ഇടാൻ പാടുള്ളൂ. അപ്പൊ തുളയോ ഒന്നും ഇല്ലാത്ത പുതിയ വല മാത്രമേ ഇടുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാവലൊന്നും ഇതിന്റെ കയറില്ല. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ തോട്ടങ്ങളിൽ നല്ലൊരു വലയിട്ട് ഇത് മൂടി കെട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ആശാലും ഒരു ആക്രമണം ഉണ്ടാകില്ല. അത് എലി അല്ല മറ്റേ ആപ്പാട വരുന്ന താഴ്ന്ന വല്ലതും അണ്ണാൻ വല്ലതും വന്ന് കയറിയെങ്കിലും ഉള്ളൂ. അത് സാധാരണ വലിയ പ്രശ്നമില്ല. അത് ഇപ്പം ആ ഭാഗം ഇപ്പം അവര് കോൺട്രാക്ടേഴ്സ് എല്ലാം നല്ല വലയായിട്ട് നമ്മുടെ മേലായിട്ടൊക്കെ വരും. നമ്മളൊക്കെ നമുക്ക് തന്നെ ഈ വല മേടിച്ചു കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാന് ഇപ്പൊ കൂടുതൽ ചെയ്തേക്കുന്നിടത്ത് ഞാൻ ചെയ്യുന്നത് എന്നു വെച്ചാൽ പൊക്കം കുറച്ച് നിർത്താന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഒരു 2-3 മണിക്കാർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പൊക്കത്തിലാണ് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു വർഷം ഇട്ട വല്ല അടുത്ത വർഷം ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇത് എടുക്കാനും ഊരാനും ഒക്കെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ വില നമുക്ക് കൂടുതൽ ഉള്ള വില കിട്ടും. അതെ. നമുക്ക് ഇപ്പൊ നമുക്കറിയാന്നേ ഇത് എന്ന് വെച്ചാല് ഇവിടെ എറണാകുളം കോട്ടയം മാർക്കറ്റ് പോലെയുള്ള മാർക്കറ്റുകളിൽ നമ്മൾ ഓൺലൈനിലോ അല്ലെ ഡോർ ഡെലിവറി ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വില കിട്ടും. അതിനൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കർഷകർ മെനക്കെട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ മാത്രം മതി. അതെ, ആവശ്യക്കാർ ഒത്തിരി പേരുണ്ട്. ഈ ഫ്ലാറ്റുകളിലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ വർഷം ശ്രമിച്ചായിരുന്നു. ഭയങ്കര ഒരു അവരുടെ റെസ്പോൺസ് ആണ് അവരുടെ വരുന്നത്. അവർ കൊണ്ട് തരാമെന്ന്. നമുക്ക് എന്താ വെച്ചാൽ ഇതെല്ലാം ഓടിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതിനുവേണ്ടി മാർക്കറ്റിംഗ് സൈഡിൽ ആൾ നിൽക്കുവാണെങ്കിൽ അവരെ നേരിട്ട് എത്തിക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനം അവർക്ക് കൊടുക്കുകയും ചെയ്യാം, നല്ല വിലയും കിട്ടാം. പറഞ്ഞു വരുന്നത് റംബുട്ടാൻ കൃഷിയിൽ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമേ ഉണ്ടായി എന്നുള്ളതാണ് അല്ലേ? മാർക്കറ്റിംഗിന്റെ അകത്ത് പ്രശ്നം വരണ്ട. ഇനിയിപ്പോ എന്താ വെച്ചാൽ വരികയില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ഒത്തിരി
കമ്പനികളോ സൊസൈറ്റികളൊക്കെ ഉണ്ടായി വരുന്നത്. നമുക്ക് ഇതുകൊണ്ട് കുറെ റംബുട്ടാൻ കൊണ്ട് ഒത്തിരി നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അച്ചാർ തൊട്ട് ഒരുപാട് സ്ക്രാഷ് അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഞാൻ വീഡിയോയിൽ പലരും കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പൊതുവേ ആ അച്ചാറ് കാര്യങ്ങളിലൊക്കെ ഒന്ന് രംഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ആൾക്കാരുടെ എടുത്തിട്ട് ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഇതിന് ഡ്രൈ ആക്കുന്ന ഒന്നുണ്ട് ഇത്, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കര മോശമാണ്. നമുക്ക് പെർസെന്റേജ് കിട്ടുന്നത് ഭയങ്കര മോശം. അപ്പൊ അതൊരു നന്നായി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് അല്ലാത്ത രീതിയിലുള്ള ജ്യൂസ് ഉണ്ടല്ലോ, മറ്റേ സ്ക്വാഷ്, ആ രീതിയിലുള്ള സാധനങ്ങൾ പല കമ്പനികളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇതിനെ ക്വാണ്ടിറ്റി വന്നാലും ഇതുപോലെയുള്ള സാധനങ്ങൾ ഈ കമ്പനികൾ ശ്രമിക്കുള്ളൂ, കമ്പനികൾ ഉണ്ടാവുള്ളൂ, അവൈലബിൾ ആയിരിക്കണം. ഇല്ല നമ്മൾ കുറച്ച് നമ്മുടെ ഈ മേഖല മാത്രം നമ്മൾ ഒത്തിരി പ്രൊഡക്ഷനാന്നോർത്ത് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മിനിമം ഒരു ലെവലിൽ വന്നു കഴിയുമ്പോഴത്തേന് അവര് അതിനുവേണ്ടി നമുക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് കയറ്റി വയ്ക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിനുള്ള ഡിമാൻഡുണ്ടോ? ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലോട്ട് ഇപ്പം തന്നെ കയറി പോകുന്നുണ്ട്. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എയർ കാർഗോ ആണല്ലോ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഡൽഹിക്കൊക്കെ പോകുന്നത് ഇപ്പൊ എയർ കാർഗോ. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാർഗോയുടെ ഇത് ബുക്കിംഗ് എപ്പോഴും പ്രശ്നം. അത് എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ടണ്ണോ വല്ലതും ഒക്കെ ആയിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നത്. ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ബുക്കിംഗ് കിട്ടാൻ വരും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അപ്പൊ അതിന്റെ നഷ്ടം വരുമ്പോഴത്തേന് ഈ ബിസിനസ്സുകാര് അതിൽ നിന്ന് വലിഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഗൾഫിലോട്ടൊക്കെ അതിനൊരു ചാനൽ കറക്റ്റായിട്ട് വരണം. പലപ്പോഴും അത് ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവരെ അലട്ടുന്നത്. അതൊരു പ്രതിസന്ധി ഉണ്ട്. റംബുട്ടാന്റെ ജലസേചനത്തെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് ജലസേചനത്തെ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ തന്നെ വളവും കൂടെ ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുമോ? ശരിക്കും എങ്ങനെയാണ് ഈ റംബുട്ടാന്റെ ജലസേചനം, അതെങ്ങനെയാണെന്ന് പറഞ്ഞു? അത് പ്രധാന ചോദ്യമാണ്. എന്ന് വെച്ചാല് റംബുട്ടാനെ സംബന്ധിച്ചോളം നമ്മുടെ ഞങ്ങൾക്ക് കാലാവസ്ഥയില് ഡിസംബർ കഴിയുമ്പോഴത്തേട്ട് 30 ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ ഒരു ഇല അടിയിലത്തെ മഞ്ഞയ്ക്ക് വിളവും. അത് ആദ്യത്തെ ഒരു സെഷൻ പൊഴിച്ചു കളയും. ആ പൊഴിച്ചു കളയുന്ന സമയം തൊട്ട് നമ്മൾ ചെറിയ രീതിയിൽ ജലസേചനം അതിന്റെ ഹെൽത്ത് പിടിച്ചു നിർത്തണം. ഉണങ്ങി പോകരുത്. അതിന്റെ ഈ ഇലകള് പൊഴിഞ്ഞു പോകാതെ ഒരു ലെവലിൽ നിന്ന് ആദ്യത്തെ സെഷൻ പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷൻ പൊഴിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അത് അതിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ അതാണ് നമ്മൾ നോക്കി, അത് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ശരിക്കും ജലസേചനം ചെയ്യേണ്ടത്. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കറക്റ്റ് ചെയ്തോളാൻ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊരു കർഷകരുടെ ഒരു ചെടി നോക്കി നിരീക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അങ്ങനെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഫ്ലവറിങ് ആവുന്നു. ഫ്ലവറിങ് ആകുമ്പോൾ കുഴപ്പമില്ല. ആ രീതി കുറച്ച് കൂടെ ജലസേചനം കുറച്ചാലും കുഴപ്പമില്ല. ആ സമയത്ത് ഫ്ലവറിങ് ഉണ്ടാകാൻ ചെറിയൊരു അതെ. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇത് ഒരു 10 ദിവസം 15 ദിവസം ഫ്ലവറിങ് കഴിഞ്ഞ ശേഷം 15 ദിവസത്തിന് ശേഷം നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വെച്ച് ഒരു 40 ലിറ്റർ ഇതുപോലെയുള്ള ചെടിക്ക് അത് കൂടുതൽ വേണം. സാധാരണ 20 ലിറ്റർ ഒക്കെ മതിയായിരിക്കും. അത് ആ രീതിയിലുള്ള ജലസേചനം നമ്മൾ തുടങ്ങണം. അത് ഈ പൂവ് ചെറിയ കായായിട്ടാണ് ഫോം ചെയ്യും. ആ കായായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ജലം അവിടെ ഡെവലപ്പ് ഉണ്ടെങ്കിൽ അത് പൊഴിച്ചു കളയും. അങ്ങനെ അതാണ് നമ്മൾ കൊഴുമ്പ് പോലെ ഈ വർഷം ഒത്തിരി കാര്യമായിട്ടുണ്ട്. എന്നാൽ ചൂട് കൂടുതലുണ്ടായിരുന്നു. എത്ര ജലം കൊടുത്താലും അതിന് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ വർഷം ഒത്തിരി തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വർഷം. ഇപ്പൊ നമ്മളെയൊക്കെ കുറച്ച് എയർലി ആയിട്ട് ഇത് പിടിച്ചുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അത് കണ്ടിന്യൂസ് കൊണ്ടുപോകണം. അതിന് ജലം ധാരാളം ഉള്ള ഒരു സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും നല്ലത്. മറ്റേ നമ്മള് പലയിടത്തും ഇപ്പം മലകളിലെല്ലാം വെച്ചിട്ട് പടുതാക്കളം ഇന്നൊരു പാർട്ടി വിളിച്ചു പറഞ്ഞു, ഒരു മല ഉണ്ടല്ലോ വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ പറമ്പ് മുഴുവൻ മറ്റേ പയറാന്ന് പറഞ്ഞത്. പുള്ളി ഈ റംബുട്ടാൻ കയറി പോകുന്ന പയറ് മാത്രം കണ്ടിച്ചു കളയും, നടിക്കുന്നില്ലെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഇപ്പം കായ ഉണ്ടെന്ന്, കുറച്ച് കായൊക്കെ ഉണ്ടെന്ന് പറയുന്നു. കുറച്ചൊക്കെ കിട്ടും. പക്ഷെ അത് പൊഴിഞ്ഞു പോകാൻ സാധ്യത. അത് എന്നാ വെച്ചാല് ചൂട് അതുപോലെ തന്നെ ഈ കാ പിടിച്ചിട്ട് ഇത് വീണ്ടും ഒരു രണ്ടാമതും ഫ്ലവർ ചെയ്ത് വരും ഈ കൊലുമ്പേല്. അത് വരുന്ന ആ ഫ്ലവർ ആരോഗ്യകരമല്ല. അത് കായെല്ലാം പിടിക്കും. പക്ഷെ അതെല്ലാം കൂടുതലായിട്ട് ഡ്രോപ്പ് ആയി പോകും. നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. കായ്ക്ക് കേടുണ്ടായിരിക്കും. അതന്നെ അങ്ങനെ ചുപ്പിച്ചുളിഞ്ഞ കാ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഇവിടെ ഏരിയയിലായിരുന്നു ട്രിപ്പാണോ സ്പ്രിംഗ്ലർ ആണോ അങ്ങനെയാണ്? ഞാൻ ഡ്രിപ്പ് ഓസിന്റെ കൂടെയാണ് വിടുന്നത്. അത് ഡ്രിപ്പല്ല ഇടുന്നത്. അതിലൊരു ആ ഹോള് എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുക. ഇവിടെ ഈ വരുന്ന
ഇത് കണ്ടില്ലേ? ഇത് മടക്കിയിട്ടോ അറ്റം അല്ല, ഇതെങ്ങനെ ലൈൻ പോവാണ്, ലൈൻ പോവാണ്, ചെറിയ ഹോൾ ഇട്ടിരിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ പരിപാടി ആയിരിക്കുന്നത്. അതെ, ഈ ഏറ്റവും സിമ്പിൾ പരിപാടി. നമ്മൾ ആ ഡ്രിപ്പിംഗ് മറ്റം മതി. ഇപ്പൊ അന്നേരം ധാരാളം വെള്ളം ഇല്ല, രണ്ട് ഭാഗത്തൂടെ വരും, ഇപ്പൊ രണ്ട് സൈഡ് നനയും. ചെറിയ നമുക്ക് അതും ലാഭമുണ്ട്. ഇതാണ് ഇതാകുമ്പോ പിന്നെ ഫിൽറ്ററിന്റെ ആവശ്യമൊന്നും ഇല്ല. അടഞ്ഞു പോകും. ഇത് പെട്ടെന്ന് നമുക്ക് ഒരു അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ വെള്ളമുണ്ട്, കുഴൽക്കിണറുണ്ട്. പിന്നെ നേരെ മോട്ടർ ത്രൂ കൊടുത്തിരിക്കും. എങ്ങനെയത്? ഇത് മുകളിലോട്ട് ടാങ്ക് ഉണ്ട്, ഓവർഹെഡ് ടാങ്ക് ഉണ്ട്, അവിടുന്ന് വരുവാ. ടാങ്കിന് ഓവർഹെഡ് ഉണ്ട്. പിന്നെ ഇതേ മോട്ടർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴെ കുളമുണ്ട്, 2 കുളമുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഈ മേഖല ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ശരിക്കും നല്ല വെള്ളമുള്ള സ്ഥലത്താണ് ഇത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. അല്ലാതെ പിന്നെ നമുക്ക് റംബുട്ടാൻ കൃഷി ചെയ്തു എന്ന് പറയാനല്ലാണ്ട് നമുക്ക് അത് നന്നായിട്ട് ആദായം എടുക്കാൻ പറ്റുള്ളൂ. അത് ചില വർഷങ്ങളിൽ മഴ നേരത്തെ ഏർലിയൊക്കെ വരുന്നതാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നമില്ലാതെ പോയി. അതും മറ്റേ കിഴക്കോട്ടും വടക്കോട്ടൊക്കെ ചാഞ്ഞ് നടക്കുന്ന സ്ഥലത്തിന് വലിയ പടിഞ്ഞാറും തെക്കൊക്കെ വലിയ അത് നോക്കി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ വെള്ളമില്ലെങ്കിൽ അങ്ങനെയുള്ള തെരുവിൽ പോയി ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പറമ്പിലുള്ള മുഴുവൻ മരം വെട്ടി മാറ്റി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നല്ല ചൂടായിരിക്കും പറമ്പിൽ. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പിടിച്ചിരിക്കണമെങ്കിൽ ഒരു നന കൊടുക്കാതെ പറ്റത്തില്ല. ഇല്ല. നന നമുക്ക് വേണം, നിർബന്ധമായിട്ട് നനയ്ക്കാനുള്ള. ഇപ്പൊ ഫ്ലവറിങ്ങിന് ശേഷം നന കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ അതിനുള്ള ഒരുക്കാതെ ഇത് ചെയ്തിട്ട് ഭയങ്കര ഫ്ലോപ്പായി പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.